ചങ്ങാതിമാരെ ഒരു കിടക്കാച്ച് മീൻ വറുത്തതിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, സംഭവം പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങ് തിളച്ച് മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി. അപ്പോൾ ഒന്നും നോക്കണം, നമ്മുടെ ചാനൽ ഷെഫ് നിബിദ് ആൽക്കെമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരി തരാൻ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ. മാർക്കറ്റിൽ ചിറങ്ങുമ്പോൾ നല്ല കിടക്കാച്ച് കിളിമീൻ കിടക്കുന്നു, ചെറിയ കിളിമീൻ കേട്ടോ, വലുതുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. എനിക്ക് കിട്ടിയ ചെറിയ കിളിമീൻ. അപ്പോൾ 1 കിലോ അങ്ങ് മേടിച്ച് കഴുകി വൃത്തിയാക്കുന്ന കലാപരിപാടി കേട്ടോ ആദ്യം തന്നെ കേട്ടോ. ആ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഈ നല്ല കിടക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, വെറൈറ്റി ബീഫ് ഇടിച്ചത്, അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്. ഒരു ഹായിന് മെസ്സേജ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം കേട്ടോ. അപ്പോൾ കിളിമീനൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സി ജാർ എടുക്കുക. മിക്സി ജാറിലേക്ക് കാന്താരി മുളക് ഇടുക. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചെറുള്ളി ഇടുക. അതിനുശേഷം ലേശം ഇഞ്ചിയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം ചട്ടിയിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീൻ എടുത്തൊരു മറിമറിക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി മസാല ഇടുന്ന കലാപരിപാടിയാണ്. ആദ്യം തന്നെ ലേശം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച ശേഷം ഇതിലേക്ക് ഉപ്പ് ലേശം വാരി വിതറുക. ലേശമല്ല, ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക കേട്ടോ. ഉപ്പിട്ട ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട ശേഷം നമ്മൾ ആ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് ലേശം മുളക് പൊടിയും കൂടെ ഇട്ട ശേഷം ലേശം വെളിച്ചെണ്ണ ഇതും കൂടെ ഇട്ട ശേഷം ഇവനെ ഒന്ന് മസാല ഇട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചങ്ങ് വെക്കുക. ഒരു അരമണിക്കൂർ വെക്കാമെങ്കിൽ ആ കിളിമീനയിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിച്ച് സെറ്റായി കിട്ടും കേട്ടോ എൻ്റെ ചങ്ങാതി. ആ മസാല തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, സാധനം പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ. അതുപോലെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മളെ ഒരു കിടക്കാച്ചി റെസ്റ്റോറൻറ്റ് ഏറ്റുമാനൂർ കാരത്താസ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ ഓപ്പൺ ആകും. ഇതുപോലെയുള്ള കിടക്കാച്ചി ഐറ്റങ്ങൾ വേണമെങ്കിൽ നേരെ വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. സംഭവമല്ല, അതൊക്കെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സംഭവം എപ്പോഴാണ് ഓപ്പൺ ആകുന്ന ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോക്കകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയത് അരമണിക്കൂർ വെച്ച ശേഷം ഇതുപോലെ തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ പോരെ, ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് കരിവേപ്പില, നീളത്തിലുള്ള കരിവേപ്പില ഇതുപോലെ സ്റ്റൈലായിട്ട് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുക. കാരണം കരിവേപ്പില വെക്കുന്നത് മീനില്ലേ ഫ്രൈ ചെയ്യുമ്പോഴേക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കരിവേപ്പില വെപ്പിക്കുന്നത്. അപ്പോൾ കരിവേപ്പില കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അടി പിടിക്കുക. എന്നിട്ട് ആ എണ്ണയൊന്ന് ചൂടായി മൂത്ത് വരുമ്പോഴേക്ക് മീൻ നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ അങ്ങ് അടുക്കി വെക്കുമ്പോൾ എണ്ണ ചൂട് കൂടുതലാണെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ. അല്ലെ പെട്ടെന്ന് മീനൊക്കെ കിളിമീനൊക്കെ പെട്ടെന്ന് വേവാൻ എളുപ്പമാണ്. അധികം നേരം ഒന്ന് 2-3 മിനിറ്റ് കൊണ്ട് കിളിമീൻ സംഭവം സെറ്റാകും കേട്ടോ. ഇനി അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ലേശം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ തിരിച്ചിടുമ്പോൾ മസാല വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ ചൂട് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ ആ മസാലയൊക്കെ ആ മീനയിലേക്ക് പിടിക്കുകയും ചെയ്യും, ആ മസാല വിട്ടു പോവുകയും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത ഒരു പരുവത്തിൽ വരുമ്പോഴേക്ക് സ്ലോ മോഷനിൽ തന്നെ ഇവനെ ഒന്ന് മറിച്ചിടുക. കാരണം കിളിമീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഇനിയും തീ കൂടുതലുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. അതുകൊണ്ടാണ് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇവനെ ഇതുപോലെ സ്ലോ മോഷനിൽ മറിച്ചിടുക. സ്ലോ മോഷൻ മറിച്ചിടുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ലാണ് കേട്ടോ. ആ മസാലയുടെയും ആ കിളിമീൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. എൻ്റെ ചങ്ങാതി ഇത് നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ല എൻ്റെ ചങ്ങാതി. അപ്പോൾ സംഭവം ഏകദേശം ഈ ഒരു പരുവത്തിനും പാകത്തിനും മൂത്ത് നല്ലോണം എണ്ണയൊക്കെ തിളച്ച് മറിയുന്ന കാണാൻ തന്നെ എൻ്റെ ചങ്ങാതി ഒരു ചന്തമല്ലേ. അപ്പോൾ ഒന്നും നോക്കേണ്ടത് അവൻ ഏകദേശം മൂത്ത് ലെവലായി വരുമ്പോഴേക്ക് ഇതുപോലെ പൊക്കിയെടുക്കുക. ഓവറായിട്ട് ഡ്രൈ ആകേണ്ടവർ ഇച്ചും കൂടെ ലേശം ഒന്ന് മൂപ്പിക്കുക, ഇല്ലാത്തവർക്ക് സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നല്ല ചൂട് ചോറിലേക്ക് ലേശം കട്ടത്തൈര്, എന്നിട്ട് നമ്മുടെ അച്ചാറും കൂടെ മേടിച്ചിട്ട് അച്ചാർ സൈഡിലേക്ക് വെക്കുക. അച്ചാറും കൂടെ വെച്ചിട്ട് ഫ്രൈ ചെയ്ത മീനും കൂടെ സൈഡിലേക്ക് വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഇളക്കി ഒരു പിടുത്തം പിടിച്ച സ്വർഗം മാമ, സ്വർഗം എന്ന് പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ ഒന്നും നോക്കണം, നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൻ്റെ അകത്ത് കിടപ്പുണ്ട്, അല്ല സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്. ഒരു നമ്പർ എടുക്കുക, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേക്കാം ഏറ്റുമാനൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം. കിടക്കാച്ചി അച്ചാറുകളാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഓർഡർ ചെയ്ത് താർത്ത് പൊളിക്കുക.